പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, ഈ വീഡിയോ നമ്മുടെ വിദ്യാർത്ഥിനികൾക്കും ബി.എഡ് വിദ്യാർത്ഥിനികൾക്കും അതുപോലെ തന്നെ അധ്യാപകർക്കും ഉപകാരപ്രദമായ വീഡിയോ ആണ്. ഇവിടെ നമ്മൾ 8ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 2ാമത്തെ ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ ആദ്യ ഭാഗമാണ് ഈ വീഡിയോ. ടെക്സ്റ്റ് ബുക്കിൽ 30ാമത്തെ പേജിൽ ആരംഭിക്കുന്ന പാഠഭാഗമാണിത്. ഈ പാഠഭാഗത്തിൻ്റെ പേര് ദ ബോയ് ഹു ഡ്രൂ ക്യാറ്റ്സ് എന്നാണ്. പൂച്ചകളെ വരച്ച കുട്ടി എന്നാണ് ഈ പേരിൻ്റെ അർത്ഥം. ഇവിടെ മുൻപേ ഉണ്ടായിരുന്ന ചാപ്റ്ററിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അതിനെ ചർച്ച ചെയ്തുകൊണ്ടുള്ള ചെറിയ 2-3 സെൻറ്റൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് ചെന്നെത്തുന്നത് പുതിയ ഈ ചാപ്റ്ററിലേക്കുള്ള എൻട്രി ആക്ടിവിറ്റിയിലാണ്. ഈ ആക്ടിവിറ്റി മെൻ്റൽ ആക്ടിവിറ്റിയാണ്. ആ മെൻ്റൽ ആക്ടിവിറ്റിയിലേക്കാണ് എത്തി നിൽക്കുന്നത്. ദ ബോയ് ഹു ഡ്രൂ ക്യാറ്റ്സ്. ഹോപ്പ് യു എൻജോയ്ഡ് ദ സ്റ്റോറി ദ മിസ്റ്റീരിയസ് പിക്ചർ. നിങ്ങൾ ദ മിസ്റ്റീരിയസ് പിക്ചർ എന്ന കഥ ആസ്വദിച്ചു എന്ന് കരുതുന്നു എന്നാണ് ആദ്യത്തെ സെൻറ്റൻസിൻ്റെ അർത്ഥം. അതായത് തൊട്ട് മുമ്പത്തെ ചാപ്റ്റർ ദ മിസ്റ്റീരിയസ് പിക്ചർ ആയിരുന്നു. മിസ്റ്റീരിയസ് പിക്ചർ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു എന്നാണ് പറഞ്ഞത്. ടൈൽ ദ പെയിൻറ്റർ ഇൻ ദ സ്റ്റോറി. യു കെയിം അക്രോസ് ടൈൽ ദ പെയിൻറ്റർ ഇൻ ദ സ്റ്റോറി എന്നാണ്. അതായത് നമ്മൾ അതിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തതും നമ്മൾ കേട്ടതുമായ പേര് ടൈൽ എന്ന പേരാണ്. ടൈലായിരുന്നു ആ കഥയിലെ നായകൻ. അദ്ദേഹം ഒരു പെയിൻറ്ററായിരുന്നു. ആ പെയിൻറ്ററുമായി ബന്ധപ്പെട്ട കഥയായിരുന്നു ദ മിസ്റ്റീരിയസ് പിക്ചർ. ഇവിടെ ഇതാ മറ്റൊരു ചിത്രരചനയെക്കുറിച്ചുള്ള കഥയാണ്. ഇൻ ദിസ് സ്റ്റോറി യു വിൽ സീ എ ബോയ് ഹൂ ഇസ് എ പെയിൻറ്റർ. ഈ കഥയിൽ നിങ്ങൾ ഒരു ബോയെ പരിചയപ്പെടും. ആ ബോയ് ഒരു പെയിൻറ്ററാണ്. ഹു നോസ് ടു ഡ്രോ ഓൺലി ക്യാറ്റ്സ്. പക്ഷേ അവന് പൂച്ചകളെ മാത്രമാണ് വരയ്ക്കാൻ അറിഞ്ഞിരുന്നത്. ഇറ്റ് ഈസ് എ ജപ്പാനീസ് ഫോക്ക് ടെയിൽ. ഇത് ഒരു ജപ്പാനീസ് നാടോടി കഥയാണ്. ഫോക്ക് ടെയിൽ എന്ന് പറഞ്ഞാൽ നാടോടി കഥ. ഫോക്ക് ടെയിൽ നാടോടി കഥ. റീഡ് ഇറ്റ് ആൻഡ് എൻജോയ്. വായിക്കൂ, ആസ്വദിക്കൂ. എ ലോങ് ടൈം ago, in a small country village in Japan, there lived a poor farmer and his wife, who were very good people. വളരെ കാലം മുമ്പ്, in a small country village in Japan, in a small country village in Japan. അവിടെ ശ്രദ്ധിക്കണം, in a small country village എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണഗതിയിൽ കൺട്രി വില്ലേജ് എന്നുള്ള പ്രയോഗം നടത്തുക നമ്മുടെ ഏറ്റവും കുഗ്രാമം എന്നെല്ലാം നമ്മൾ പറയുന്നത് പോലെ ഒരു ഗ്രാമപ്രദേശത്തിനെയാണ് നമ്മൾ കൺട്രി വില്ലേജ് എന്ന് പറയുക. കൺട്രി സൈഡ് എന്നൊക്കെ പറയുന്നത് പോലെ കൺട്രി വില്ലേജ്. രാജ്യം എന്ന അർത്ഥമല്ല ഇവിടെ കൺട്രി എന്നുള്ളതിനെ കൊണ്ട് വരുന്നത്. there lived a poor farmer and his wife. അവിടെ ഒരു പാവപ്പെട്ട കർഷകനും ഭാര്യയും ജീവിച്ചിരുന്നു. who were very good people. അവർ വളരെ നല്ല മനുഷ്യരായിരുന്നു. they had a number of children. അവർക്ക് ഒരു പിടി മക്കളുണ്ടായിരുന്നു. അതായത് അത് ഒന്നിൽ കൂടുതൽ ഒരുപാട് മക്കളുണ്ടായിരുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. a number of children എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എണ്ണം പറഞ്ഞ ഇത്ര, അതായത് കുറച്ച് മക്കളുണ്ടായിരുന്നു എന്ന്. നമുക്ക് മക്കളുടെ കാര്യം എന്തെങ്കിലും വസ്തുക്കളെക്കുറിച്ച് പറയുന്നത് പോലെ പറയാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഇവിടെ നമ്പർ ഓഫ് ചിൽഡ്രൻ എന്ന് പറഞ്ഞത്. ആൻഡ് ഫൗണ്ട് ഇറ്റ് വെരി ഹാർഡ് ടു ഫീഡ് ദം ഓൾ. അവരെ ഭക്ഷണം നൽകി പോറ്റിപ്പോരുന്നതിൽ, ഫൗണ്ട് ഇറ്റ് വെരി ഹാർഡ് ടു ഫീഡ് ദം ഓൾ. ഫീഡ് ദം എന്നുള്ളതിനെ കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഭക്ഷണം നൽകുക എന്നുള്ളത് മാത്രമല്ല. ഒരു കുടുംബത്തിനെ, കുട്ടികളെ ഉയർത്തിക്കൊണ്ടുവരണമെങ്കിൽ പല ചിലവും ഉണ്ടാവും. തീറ്റിപ്പോറ്റുക എന്ന് നമ്മൾ നാടൻ ഭാഷയിൽ പറയുന്ന പ്രയോഗമാണ് ഇവിടെ ഫീഡ് ദം ഓൾ എന്നുള്ളതിനെ കൊണ്ട് അർത്ഥമാക്കിയത്.
തീറ്റിപ്പോറ്റാൻ വലിയ പ്രയാസമായി തോന്നി. ദ എൽഡർ സൺ വാസ് സ്ട്രോങ് ഇനഫ് വെൻ ഓൺലി 14 years old ടു ഹെൽപ്പ് ഹിസ് ഫാദർ. ദ എൽഡർ സൺ, മൂത്ത പുത്രൻ, കരുത്തനായിരുന്നു. എത്രത്തോളം കരുത്തനായിരുന്നു? 14 വയസ്സിൽ തന്നെ അവൻ്റെ അച്ഛനെ സഹായിക്കാൻ തക്കവണ്ണം അവരുടെ മൂത്ത പുത്രൻ കരുത്തനായിരുന്നു. ആൻഡ് ദ ലിറ്റിൽ ഗേൾസ് ലേൺ ടു ഹെൽപ്പ് ദർ മദർ ഓൾമോസ്റ്റ് ആസ് സൂൺ ആസ് ദേ കുഡ് വാക്ക്. 2 പെൺമക്കളോ, ആ കുഞ്ഞ് പെൺകുട്ടികൾ അവർക്ക് നടക്കാനാകുന്ന പ്രായം എത്തിയപ്പോൾ തന്നെ അമ്മയെ സഹായിക്കാൻ തുടങ്ങി. ബട്ട് ദ യങ്ങസ്റ്റ് ചൈൽഡ് ബട്ട് എന്നാൽ പക്ഷേ ദ യങ്ങസ്റ്റ് ചൈൽഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇളയവനായ കുട്ടി. യങ്ങസ്റ്റ്, ഏറ്റവും ഇളയത്. യങ്ങസ്റ്റ് ചൈൽഡ്, ഇളയവനായ കുട്ടി. എ ലിറ്റിൽ ബോയ്, ഒരു ബാലനായിരുന്നു. ഡിഡ് നോട്ട് സീം ടു ബി ഫിറ്റ് ഫോർ ഹാർഡ് വർക്ക്. അവന് കഠിനമായ ജോലികളൊന്നും ചേരുമായിരുന്നില്ല. ഹി വാസ് വെരി ക്ലവർ ദാൻ ഓൾ ഹിസ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. അവൻ ബുദ്ധിമാനായിരുന്നു. ക്ലവറർ ദാൻ ഓൾ ഹിസ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. ക്ലവറർ ദാൻ ഓൾ ഹിസ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്നുള്ളതിനെ കൊണ്ട് അർത്ഥമാക്കുന്നത് അവൻ്റെ സഹോദരിമാരെക്കാളും വളരെ ബുദ്ധിയുള്ള കുട്ടിയായിരുന്നു അവൻ എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത്. ബട്ട് ഹി വാസ് ക്വൈറ്റ് വീക്ക് ആൻഡ് സ്മോൾ. പക്ഷേ അവൻ ശരീരം കൊണ്ട് വളരെ ക്ഷീണിതനും ചെറുതുമായിരുന്നു. ക്വൈറ്റ് വീക്ക് ആൻഡ് സ്മോൾ, അതായത് താരതമ്യേന ചെറിയവനും ക്ഷീണിതനുമായിരുന്നു. ആൻഡ് പീപ്പിൾ സെഡ് ഹീ കുഡ് നെവർ ഗ്രോ വെരി ബിഗ്. ജനങ്ങൾ പറഞ്ഞതാണെങ്കിൽ, ആളുകൾ പറഞ്ഞിരുന്നു, അവൻ ഒരിക്കലും വളരെ വലിയ ഒരു മസ്കുലറായ, അതായത് വലിയ ശരീരമുള്ള മനുഷ്യനെ മാറുകയില്ല, വെരി ബിഗായി എന്തായാലും വളരുകയില്ല, അവനൊരു ആവറേജ് മനുഷ്യനായി വളരൂ എന്നിങ്ങനെ പറഞ്ഞു തുടങ്ങി. സോ ഹിസ് പാരൻസ് തോട്ട് ഇറ്റ് വുഡ് ബി ബെറ്റർ ഫോർ ഹിം ടു ബിക്കം എ പ്രീസ്റ്റ് ദാൻ ടു ബിക്കം എ ഫാർമർ. ഒരു ഫാർമർ ആവണമെങ്കിൽ ആരോഗ്യം വേണം എന്നുള്ളത് കൊണ്ട് തന്നെ അവൻ്റെ പാരൻസ് തീരുമാനിക്കുകയായി, അവൻ ഒരു കർഷകനാകുന്നതിലും നല്ലത് ഒരു പ്രീസ്റ്റ് ആവുന്നതാണ്. എന്താണ് പ്രീസ്റ്റ് എന്നാൽ ഈ പള്ളിയിൽ ഒക്കെ നമ്മൾ പ്രീസ്റ്റുകളെ പറയാറുണ്ട്. ക്രിസ്ത്യൻ പള്ളികളിൽ പ്രീസ്റ്റ് ഉണ്ടാവാറുണ്ട്. പള്ളിയിൽ അച്ഛനാണ് അവിടെ പ്രീസ്റ്റ്. അങ്ങനെ മതമുഖ്യന്മാരെയാണ് നമ്മൾ പ്രീസ്റ്റ് എന്ന് പ്രയോഗിക്കുക. ക്ഷേത്രങ്ങളിലെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്ന പൂജാരി ആയ ആളുകളെ നമ്മൾ പ്രീസ്റ്റ് എന്ന് വിളിക്കും. They took him with them to the village temple. അവർ അവനെ വില്ലേജ് ടെമ്പിളിലേക്ക് കൊണ്ടുപോയി. വില്ലേജ് ടെമ്പിൾ, ആ ഗ്രാമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അമ്പലത്തിലേക്ക് കൊണ്ടുപോയി. One day and asked the good old priest who lived there if he would have their little boy for his acolyte and teach him all that a priest ought to know. അങ്ങനെ കൊണ്ടുപോയി അവിടെയുള്ള വളരെ പ്രായം ചെന്ന നല്ല പ്രീസ്റ്റിനെ കണ്ട് അവരുടെ ആഗ്രഹം അറിയിച്ചു. അദ്ദേഹത്തിൻ്റെ സഹായിയായി എക്കൊലൈറ്റ് എക്കൊലൈറ്റ് എന്ന് പറഞ്ഞാൽ പ്രീസ്റ്റിനെ സഹായിക്കുന്ന ആൾ. സഹായിയായി, പൂജാരിക്ക് സഹായിയായി ആരെങ്കിലും ഉണ്ടാവുമല്ലോ, അങ്ങനെ സഹായിയായ ബാലനാക്കി അവനെ നിർത്താനും അവന് ഒരു പ്രീസ്റ്റിന് വേണ്ട എല്ലാം പഠിപ്പിച്ചു കൊടുക്കാനും ആ വീട്ടുകാർ പ്രീസ്റ്റിനോട് ആവശ്യപ്പെട്ടു, അല്ലെങ്കിൽ അഭ്യർത്ഥിച്ചു. ദ ഓൾഡ് മാൻ സ്പോക്ക് കൈൻഡ്ലി ടു ദ ലാഡ് ആൻഡ് ആസ്ക്ഡ് ഹിം സം ഹാർഡ് ക്വസ്റ്റ്യൻസ്. വളരെ ഭവ്യതയോടെ, വളരെ വിനയത്തോടെ അദ്ദേഹം സൗമ്യതയോടെ കുട്ടിയോട് സംസാരിച്ചു. പക്ഷേ ചോദിച്ച ചോദ്യങ്ങളെല്ലാം വളരെ കട്ടിയുള്ളതായിരുന്നു. ഹാർഡ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആസ്ക്ഡ് ഹിം സം ഹാർഡ് ക്വസ്റ്റ്യൻസ്. സോ ക്ലെവർ were the answers that the priest agreed to take the little fellow into the temple as an acolyte. So clever were the answers.
ഉത്തരങ്ങളെല്ലാം വളരെ ബുദ്ധിപരമായതുകൊണ്ട് തന്നെ പ്രീസ്റ്റ് ആ കുട്ടിയെ ക്ഷേത്രത്തിലേക്ക് എക്കൊലൈറ്റായി എടുക്കാൻ തീരുമാനിച്ചു. ആൻഡ് ടു എഡ്യൂക്കേറ്റ് ഹിം ഫോർ ദ പ്രീസ്റ്റ്ഹുഡ്, പ്രീസ്റ്റാക്കി മാറ്റാനുള്ള വിദ്യാഭ്യാസം നൽകാനും അദ്ദേഹം തീരുമാനിച്ചു. ദ ബോയ് ലേൺ ക്വിക്ക്ലി വാട്ട് ദ ഓൾഡ് പ്രീസ്റ്റ് ടോട്ട് ഹിം. കുട്ടി വളരെ പെട്ടെന്ന് പ്രീസ്റ്റ് പഠിപ്പിക്കുന്നതെല്ലാം പഠിച്ചെടുത്തു. ആൻഡ് വാസ് വെരി ഒബീഡിയൻറ്റ് ഇൻ മോസ്റ്റ് തിങ്സ്. എല്ലാ മിക്ക കാര്യങ്ങളിലും വളരെ ഒബീഡിയൻറ്റുമായിരുന്നു ആ കുട്ടി. എന്താണ് ഒബീഡിയൻ്റ് എന്നുള്ളതിൻ്റെ അർത്ഥം? അനുസരണാശീലമുള്ള. അനുസരണാശീലമുള്ള. ബട്ട് ഹീ ഹാഡ് വൺ ഫോൾട്ട്. പക്ഷെ അവനൊരു പ്രശ്നമുണ്ടായിരുന്നു, ഒരു കുറവുണ്ടായിരുന്നു. എന്തായിരുന്നു ആ കുറവ്? ഹി ലൈക്ക് ടു ഡ്രോ ക്യാറ്റ്സ് ഡ്യൂറിങ് സ്റ്റഡി ഹവേഴ്സ് and to draw cats even where cats ought not to have been drawn at all. He liked to draw cats during study hours. പഠിക്കുന്ന സമയത്ത് അവന് പൂച്ചകളെ വരയ്ക്കാൻ ഇഷ്ടമായിരുന്നു. and to draw cats even where cats ought not to have been drawn at all. പൂച്ചകളെ വരയ്ക്കപ്പെടാൻ പാടില്ലാത്ത സ്ഥലങ്ങളിൽ പോലും അവൻ പൂച്ചകളെ വരയ്ക്കുമായിരുന്നു. ഇതാണ് ആദ്യത്തെ പേജ്. ഇവിടെ 2 ചോദ്യങ്ങളും എഴുതിയിട്ടുണ്ട്. ഹൗ ഇസ് ദ യങ്ങസ്റ്റ് ചൈൽഡ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ സ്റ്റോറി? എങ്ങനെയാണ് പ്രായം കുറഞ്ഞ ആ കുട്ടി ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്? ഒരു കഥ അല്ലെങ്കിൽ ഒരു കവിത, ഒരു നാടകം, സിനിമ, ഇവയിലെല്ലാം കഥാപാത്രങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന രീതിയുണ്ട്. ഇവിടെ എങ്ങനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്നുള്ളതാണ്. ആദ്യം ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത രീതി ഇങ്ങനെയാണ്. ആദ്യം എൽഡർ സണ്ണിനെ കുറിച്ച് പറഞ്ഞു, പിന്നെ സിസ്റ്റേഴ്സായിട്ടുള്ള ലിറ്റിൽ ഗേൾസിനെ കുറിച്ച് പറഞ്ഞു. അതിൽ നിന്ന് നേരെ യങ്ങസ്റ്റ് ചൈൽഡിലേക്ക്. ബട്ട് ദ യങ്ങസ്റ്റ് ചൈൽഡ്, എ ലിറ്റിൽ ബോയ്, ഡിഡ് നോട്ട് സീം ടു ബി ഫിറ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് എത്തുന്നത്. അപ്പോൾ ഇതിന് ഉത്തരം ആരംഭിക്കേണ്ടത് ദ എൽഡർ സൺ വാസ് സ്ട്രോങ് ഇനഫ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അടുത്ത ചോദ്യം, വൈ ഡിഡ് ദ പാരൻസ് ടേക്ക് ദ ബോയ് ടു ദ പ്രീസ്റ്റ്? എന്തുകൊണ്ടാണ് പാരൻസ് ബോയിയെ പ്രീസ്റ്റിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയത്? വൈ ഡിഡ് എന്നുള്ളതാണ് ചോദ്യം. അതായത് എന്തുകൊണ്ടാണ് കൊണ്ടുപോകാൻ കാരണം എന്നുള്ളതാണ്. അപ്പോൾ അതിനും ഉത്തരം ആരംഭിക്കുന്നത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത പ്രദേശത്ത് തന്നെയാണ്. ബട്ട് ദ യങ്ങസ്റ്റ് ചൈൽഡ്, ലിറ്റിൽ ബോയ്, ഡിഡ് നോട്ട് സീം ടു ബി ഫിറ്റ് ഫോർ ഹാർഡ് വർക്ക്. ആരംഭിക്കേണ്ടത് ഇവിടെയാണ്. ദ യങ്ങസ്റ്റ് ചൈൽഡ്, ദ ലിറ്റിൽ ബോയ്, ഡിഡ് നോട്ട് സീം ടു ബി ഫിറ്റ് ഫോർ ഹാർഡ് വർക്ക്. He was very cleverer than all his brothers and sisters. But he was quite weak and small, and people said he could never grow very big. So his parents thought it would be better for him to become a priest than to become a farmer. അതാണ് ഇതിന് ഉത്തരം. ഇതാണ് 2 ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ. ഇവിടെ എക്കലൈറ്റ് എന്ന് പറഞ്ഞ അർത്ഥം എഴുതാനുള്ള സ്ഥലം കൊടുത്തിട്ടുണ്ട്. എക്കലൈറ്റ് എന്നത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിരുന്നു. എക്കലൈറ്റിൻ്റെ അർത്ഥം എ പേഴ്സൺ ഹൂ അസിസ്റ്റ് ദ പ്രീസ്റ്റ് എന്നുള്ളതാണ്. പ്രീസ്റ്റിനെ അസിസ്റ്റ് ചെയ്യുന്നത് ആരാണോ അവൻ എന്നുള്ളതാണ് അർത്ഥം, എക്കലൈറ്റിൻ്റെ അർത്ഥം. ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഈ ആദ്യത്തെ ഭാഗം നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഹെസിൻഗാവ ടെക്കിജീറോ എന്ന് പറയുന്ന ആളാണ് ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് കൂടി നമുക്ക് വായിക്കാം. 1853 to 1938 was an innovative Japanese publisher specializing in books in European languages on Japanese subjects. He employed leading foreign residents as translators and noted Japanese artists as illustrators, and became a leading purveyor of export books and publications for foreign residents in Japan. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? അദ്ദേഹം ഒരു പബ്ലിഷറായിരുന്നു. ഇത് പബ്ലിഷ് ചെയ്ത ആളാണ്.
അദ്ദേഹം യൂറോപ്യൻ ലാംഗ്വേജുകളിലേക്ക് ജപ്പാനീസ് കഥകളും മറ്റും ട്രാൻസ്ലേറ്റ് ചെയ്തിരുന്ന ആളാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഇത്തരത്തിൽ ട്രാൻസ്ലേഷൻ ലിറ്ററേച്ചറിൽ ജപ്പാനീസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് ഇദ്ദേഹം. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ആദ്യ ഭാഗത്തിൽ കൊടുത്തിരിക്കുന്നത്, ദ ബോയ് ഹു ഡ്രൂ ക്യാറ്റ്സ് എന്നുള്ളതിൽ. ഈ കഥയിൽ മനസ്സിലായിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. രണ്ടാം ഭാഗം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് വരുന്നതായിരിക്കും. താങ്ക് യു.